അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ബോയിംഗ് വിമാനങ്ങളിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളിൽ പ്രശ്നങ്ങളില്ലെന്ന് എയർ ഇന്ത്യ. DGCA നിർദ്ദേശപ്രകാരം പരിശോധനകൾ പൂർത്തിയായി. വിശദാംശങ്ങൾ സ്വാതി തന്നെ നൽകും. സ്വാതി, ഈ വിമാന ദുരന്തത്തിന് ശേഷം വീണ്ടും അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ബോയിംഗ് വിമാനങ്ങളൊക്കെ പറക്കാനൊരുങ്ങുകയാണ്, ഈ സർവീസ് നടത്താനൊരുങ്ങുകയാണ്. അതിന് മുന്നോടിയായിരുന്നു ഇത്തരത്തിലുള്ള പരിശോധനകളെല്ലാം. എന്തെല്ലാം കണ്ടെത്തലുകളാണ് ഈ പരിശോധനയിൽ ഉണ്ടായിട്ടുള്ളത്? വിനിഷ, ഈ അഹമ്മദാബാദ് വിമാന ദുരന്തം സംബന്ധിച്ച അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വലിയ ആശങ്കകളും ദുരൂഹതകളും നിൽക്കുകയാണ്. ഇത് സംബന്ധിച്ച് റിപ്പോർട്ടിലടക്കം വലിയ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ആണ് സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും പൈലറ്റുമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട്, വിമാന കമ്പനികളെ സംരക്ഷിക്കുന്ന തരത്തിലേക്കൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നത് എന്നുള്ള ആക്ഷേപം ശക്തമാകുന്നുണ്ട്. അതിൻ്റെയൊക്കെയും ഭാഗമായി തന്നെയാണ് ഈ വിമാനങ്ങളിൽ, പ്രത്യേകിച്ചും ബോയിംഗ് വിമാനങ്ങളിൽ കൃത്യമായ പരിശോധനകൾ നടത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. DGCA ആണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എല്ലാ ഈ ബോയിംഗ് വിമാനങ്ങളിലും ഇത്തരം പരിശോധനകൾ, അതായത് ഇന്ധന നിയന്ത്രണ സ്വിച്ചിന്റെ പരിശോധനകൾ കർശനമാക്കണമെന്ന നിർദ്ദേശം DGCA പുറത്തുവിടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് എയർ ഇന്ത്യ ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത്. ബോയിംഗ് വിമാനങ്ങളിൽ ഇതുവരെ പരിശോധന നടത്തിയിട്ടുള്ള ബോയിംഗ് വിമാനങ്ങളിൽ ഒരു തരത്തിലുള്ള അപാകതകളും കണ്ടെത്തിയിട്ടില്ല, ഒരു പ്രശ്നങ്ങളും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് എയർ ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ ബോയിങ് 787, 737 വിമാനങ്ങളിലാണ് ഇതുവരെ പരിശോധന പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ച് സംബന്ധിച്ച ഒരാശങ്കയും നിലനിൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ എയർ ഇന്ത്യ സൂചിപ്പിച്ചിട്ടുള്ളത്. അതേസമയം തന്നെയും ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ചിൻ്റെ വലിയ അപാകതകൾ ഉണ്ടായതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പരിശോധനകൾ കർശനമാക്കിയത്. എന്നാൽ ഇപ്പോൾ വിമാന കമ്പനികൾക്കെല്ലാം തന്നെ ഒരു ക്ലീൻ ചിറ്റ് നൽകുന്ന തരത്തിലേക്കാണ് എയർ ഇന്ത്യ ഈ പരിശോധന പൂർത്തിയാക്കിക്കൊണ്ടുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തൊക്കെയാണ് ഈ അപകടങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമാക്കാത്ത ഒരു നില തന്നെയാണ് ഉള്ളത്. ഇതിൽ ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണോ, അതോടൊപ്പം തന്നെയും നേരത്തെ സൂചിപ്പിച്ച പോലെ പൈലറ്റുമാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല നിരവധിയായിട്ടുള്ള അപാകതകൾ ഈ റിപ്പോർട്ടിൽ തന്നെയുണ്ട്. ഈ അന്വേഷണം നടത്തി ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ അന്വേഷണം നടത്തിയ സംഘത്തിൽ പോലും പൈലറ്റുമാരില്ല എന്നുള്ള ആക്ഷേപമുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇത്തരം കൃത്യതയോടെ ഈ വിഷയത്തിൽ ഒരു റിപ്പോർട്ട് നൽകാൻ കഴിയുക എന്നുള്ള ആക്ഷേപവും ശക്തമായിരിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയം സംബന്ധിച്ചപ്പോൾ എയർ ഇന്ത്യ പുറത്തുവിടുന്ന വിശദാംശങ്ങൾ പ്രകാരം ഇത്തരത്തിൽ ഒരു കംപ്ലൈൻ്റ് ഒന്നും അല്ലെങ്കിൽ അപാകതകളൊന്നും തന്നെയും ഈ എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനങ്ങളിൽ കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ DGCAയും അതോടൊപ്പം എയർ ഇന്ത്യയും ഇത് സംബന്ധിച്ച വിശദീകരണമായി പുറത്തു നൽകിയിട്ടുള്ളത്.